മലയാളത്തിന്റെ പ്രിയ നടൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരിചയപ്പെടുത്തിയ ഡോക്ടർ ഇവിടെയുണ്ട്. ഇയർ ബാലൻസുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥയെ മരുന്നില്ലാതെ വ്യായാമത്തിലൂടെ സുഖപ്പെടുത്തുന്ന ഡോക്ടർ എം.ആർ. രവിയെക്കുറിച്ചായിരുന്നു മോഹൻലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് പ്രതിവിധി തേടി ചെന്ത്രാപ്പിന്നി സ്വദേശിയായ ഡോക്ടറെ സമീപിക്കുന്നത്. ഡോക്ടറെ വിളിച്ചവരിൽ ഏറെയും ഇയർ ബാലൻസുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ തന്നെ. വിളിച്ചവരിൽ പരിചിതരും അപരിചിതരുമുണ്ട്. എല്ലാവർക്കും താൻ വ്യായാമത്തിലൂടെ കണ്ടെത്തിയ പ്രതിവിധിയെക്കുറിച്ച് ഡോക്ടർ ഒരു മടിയുമില്ലാതെ പറഞ്ഞുകൊടുത്തു. കഴിഞ്ഞ 8 വർഷമായി ഈ മേഖലയിൽ ഡോക്ടർ എം.ആർ. രവി പ്രവർത്തിക്കുന്നുണ്ട്. 8 വർഷം മുമ്പ് തനിക്ക് അനുഭവപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തിന് മറ്റുള്ളവരെ പോലെ ഡോക്ടർ രവിയും മരുന്ന് കഴിച്ചു. 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. പക്ഷേ പിന്നീട് ഭാര്യയ്ക്ക് സമാനമായ അവസ്ഥ വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ഡോക്ടർ പഠനം നടത്തിയത്. ചില ലളിതമായ വ്യായാമങ്ങൾ ഈ അസുഖത്തിന് ഉപകാരപ്രദമാകുമെന്ന തിരിച്ചറിവ് ഭാര്യയിൽ പരീക്ഷിച്ചു. അത് വിജയമായി. കഴിഞ്ഞ 8 വർഷത്തിനിടെ 30,000-ലധികം ആളുകൾക്ക് ആശ്വാസമാകാൻ ഡോക്ടർ രവിക്ക് സാധിച്ചു. ഒരു 8 വർഷം മുമ്പ് എനിക്കിത് വന്നു, തലകറക്കം. അപ്പോഴാണ് എൻ്റെ ഭീകരാവസ്ഥ എനിക്ക് മനസ്സിലായത്. അത് 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ടാബ്ലറ്റ് കഴിച്ചാണ് അത് മാറ്റിയത്. 2 ദിവസം കൊണ്ട് പോയി ഭാഗ്യത്തിന്. പക്ഷേ ഇതിന് എക്സിസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇതിന് എഫക്റ്റീവായിട്ട് ഇല്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അന്വേഷിക്കുകയും നെറ്റിലൊക്കെ ഒരു എക്സ്റ്റെൻസീവായിട്ടൊരു റിസർച്ച് തന്നെ നടത്തിയിട്ടാണ് ഞാനത് കണ്ടുപിടിക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നതിന് ശേഷം 1 മാസത്തിനുള്ളിൽ എൻ്റെ മിസ്സിസിന് ഇതേപോലെ തന്നെ വന്നു. എനിക്ക് തോന്നി ഞാൻ ഈ മനസ്സിലാക്കി വെച്ച പ്രൊസീജിയർ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ തോന്നി. 10 മിനിറ്റിനുള്ളിൽ അത് കംപ്ലീറ്റ് മാറിപ്പോയി. ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് എല്ലാവർക്കും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. വളരെ കുറച്ച് ആൾക്കാർക്ക് അത് മാറിയെന്ന് ബോധ്യം വരാൻ കുറച്ച് സമയം പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഡോക്ടറെ കുറിച്ചറിഞ്ഞ മോഹൻലാലിന്റെ അടുത്ത ബന്ധു കഴിഞ്ഞ മെയ് 31-നാണ് ഡോക്ടറെ ബന്ധപ്പെടുന്നത്. സിംഗപ്പൂരിലുള്ള വ്യക്തിക്ക് വീഡിയോ കോളിൽ വ്യായാമങ്ങൾ പറഞ്ഞുകൊടുത്ത് ഡോക്ടർ പ്രശ്നം പരിഹരിച്ചു. ഇതറിഞ്ഞപ്പോൾ മുതൽ ഡോക്ടറെ നേരിൽ കാണാനുള്ള ആഗ്രഹം മോഹൻലാൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ജൂൺ 23-ന് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ലാൽ മടങ്ങും വഴിയാണ് ഡോക്ടറുടെ വീട്ടിലെത്തിയത്. 1 മണിക്കൂറോളം നേരം വീട്ടിൽ ഡോക്ടറുമായി സമയം പങ്കിട്ടാണ് മോഹൻലാൽ മടങ്ങിയത്. ഡോക്ടറെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചത്. സമൂഹത്തിൽ ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥ ഹീറോകൾ. അതുകൊണ്ട് തന്നെ ഈ ഹീറോയെ പറ്റി, അദ്ദേഹത്തിൻ്റെ പിന്തുണയും സഹായവും രക്ഷയായേക്കാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പറയണമെന്ന് തോന്നി എന്ന് പറഞ്ഞാണ് മോഹൻലാൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, തൃശ്ശൂർ.